നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വധശ്രമക്കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഇ.പി. ജയരാജൻ. സർക്കാരിനോടും ശുപാർശ ചെയ്യും. ഗൂഢാലോചന തനിക്കെതിരെയല്ലെന്നും ലക്ഷ്യം പിണറായി വിജയനായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ. പയ്യന്നൂരിൽ വീട്ടിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. മോഷണം പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിൽ. കവർച്ച കുടുംബാംഗങ്ങൾ മുകൾ നിലയിൽ ഉറങ്ങുമ്പോൾ. ഇന്ന് ലോകാരാധനായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം. DCCയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും. രക്തസാക്ഷിത്വ ദിനം ഭീകരവിരുദ്ധ ദിനം കൂടി. വാർത്തകൾ വിശദമായി. തന്നെ വധിക്കാനുള്ള ശ്രമത്തിലെ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് ഇ.പി. ജയരാജൻ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ല. പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രതികളെ വാടകയ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണിത്. തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായെന്ന് കരുതുന്നില്ലെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി MP ആയ കാലം മുതൽ ഇന്ന് വരെ റെയിൽവേയുടെ ഒരു സ്ഥിരം യാത്രക്കാരനാണ് താൻ. റെയിൽവേയിലെ ഓരോ മാറ്റങ്ങളും താൻ നേരിട്ട് അനുഭവിച്ചവനാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. എന്നാൽ ഇന്ന് റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും നാളെ എന്തും സംഭവിക്കാമെന്ന നിലയിലാണുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റെയിൽവേ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം 1971 ഞാൻ പാർലമെൻറ്റ് അംഗമായ ശേഷം ഈ നിമിഷം വരെയും റെയിൽവേയിലെ ഒരു കഴിയാവുന്ന യാത്രക്കാരൻ. അതുകൊണ്ട് ഇങ്ങനെ റെയിൽവേയിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാ തലങ്ങളിലുള്ളവരുമായി ചെറുത് വലുതുമായി ബന്ധമുണ്ട്. പാർലമെന്റ് പറയുമ്പോൾ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പാർലമെന്റിന്റെ അംഗവും ആ സന്ദർഭത്തിലും എല്ലാം തരത്തിലുള്ള യൂണിയന്റെ കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ ചെറിയ നിലയിൽ സഹായിക്കാനും പറയാനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് ഓർമ്മിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയൻ വലിയപുരയിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്കിംഗ് മേഖലയിലെ ഡിജിറ്റൽ അവയർനെസിനെ കുറിച്ച് SBI AGM സുരേഷ് ബാബു ക്ലാസ് എടുത്തു. N ഹരിദാസ്, സുധീന്ദ്രൻ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെ SDPI പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പുതിയ തെരു ദേശീയപാതയിൽ റോഡിന്റെ അശാസ്ത്രീയതയിൽ യുവാവിന്റെ ജീവൻ പൊളിഞ്ഞ സ്ഥലത്താണ് മന്ത്രി റിയാസിന്റെ കോലം കത്തിച്ച് SDPI പ്രതിഷേധിച്ചത്. SDPI അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. ആളെ കൊല്ലുന്ന അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെയാണ് ദേശീയപാതയിൽ SDPI മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. വളവട്ടം ദേശീയപാതയിൽ റോഡിൽ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞ സ്ഥലത്താണ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചത്. രാത്രി 7:30 പുതിയതെരു സ്റ്റൈലോ കോർണറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. SDPI അഴീക്കോട് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള നാറാത്ത് സംസാരിച്ചു. അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ
കെടുതിയാണ് നമ്മൾ ഇന്നത്തെ യുവ സഹോദരൻ സഫ്വാന്റെ മരണം. നമ്മൾ ഓരോരുത്തരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു അപകട മരണമാണ് ഇന്നലെ നമ്മുടെ മുന്നിലുണ്ടായിട്ടുള്ളത്. ഇവിടെ ഭരണകൂടവും അല്ലെങ്കിൽ ഈ MLA ഓഫീസിൻ്റെ മുന്നിലാണ് ഇവിടെ അപകടം ഉണ്ടായിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ ദിവസം എടുത്തു നോക്കി കഴിഞ്ഞാൽ വോളോട്ടണം പാലം മുതൽ അതല്ലെങ്കിൽ ജയിൽ വരെ, സെൻട്രൽ ജയിൽ വരെ എല്ലാ ദിവസങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള ഡിവൈഡുകൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുകയാണ്. പലപ്പോഴും അപകടം പറ്റിയവർ അനുഭവിച്ചു തീരുന്ന ഒരവസ്ഥ. ഈ സ്ഥിതിവിശേഷം നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് അപകടം സംഭവിച്ച സഫ്വാന്റെ മരണം ഇവിടെയായിരുന്നു. ഇവിടും തന്നെ മന്ത്രി റിയാസിന്റെ കോലം കത്തിക്കുകയാണ് SDPI. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ സമര തുടക്കമാണിത്. ഇനി ഒരു അപകടവും ഒരു മരണവും നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല. മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹീം പൊയ്ത്തുംകടവ്, മണ്ഡലം കമ്മിറ്റി അംഗം റാഷിദ് പുതിയതെരു, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ കാട്ടാമ്പള്ളി, ഷബീർ ചാലാട്, മിഫ്താഹ് കൊല്ലറത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ 1ാം ഘട്ട പരിശീലനം പൂർത്തിയായി. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് ഹാളിലും കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലും ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിലുമായി 5 സെഷനുകളിലായിരുന്നു പരിശീലനം. 178 കൗണ്ടിംഗ് സൂപ്പർവൈസേഴ്സ്, 222 കൗണ്ടിംഗ് അസിസ്റ്റന്റ്, 178 മൈക്രോ ഒബ്സർവർമാർ എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. 2ാം ഘട്ട പരിശീലനം മെയ് 28-നും അവസാനഘട്ട പരിശീലനം ജൂൺ 1-നും നടക്കും. വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. വധശ്രമക്കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് EP ജയരാജൻ. സർക്കാരിനോടും ശുപാർശ ചെയ്യും. ഗൂഢാലോചന തനിക്കെതിരെയല്ലെന്നും ലക്ഷ്യം പിണറായി വിജയനായിരുന്നുവെന്നും EP ജയരാജൻ. പയ്യന്നൂരിൽ വീട്ടിൽ വൻ കവർച്ച, 75 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. മോഷണം പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിൽ. കവർച്ച കുടുംബാംഗങ്ങൾ മുകൾ നിലയിൽ ഉറങ്ങുമ്പോൾ. ഇന്ന് ലോകാരാധനായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം. DCCയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്.
ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂരിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം കവർന്നു. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹ്രയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. അലമാര കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹ്രയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹ്രയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന നിലയിലാണ്. 2 കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തി തുറന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. സുഹ്രയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പാർട്ട് ടൈം ജോലി തട്ടിപ്പ്. വിവിധ പരാതികളിൽ 4 പേർക്ക് പണം നഷ്ടമായി. വാട്സപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പണം കൈമാറിയ 4 പേർക്കാണ് വൻതുക നഷ്ടമായത്. 1,57,70,000 രൂപ, 9,45,151 രൂപ, 6,04,894 രൂപ, 17,998 രൂപ എന്നിങ്ങനെയാണ് പരാതിക്കാർക്ക് നഷ്ടമായത്. സമൂഹ മാധ്യമങ്ങൾ വഴി ആകർഷകമായ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പ്. പരസ്യം കണ്ട് പണം നിക്ഷേപിക്കുന്നവർക്ക് കൂടുതൽ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. പണം നൽകി അവർ നൽകുന്ന ഓരോ ടാസ്ക് പൂർത്തീകരിച്ചാൽ ലാഭത്തോടുകൂടി പണം തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. തുടക്കത്തിൽ ടാസ്ക് പൂർത്തീകരിച്ചാൽ നൽകിയ പണം ലാഭത്തോടെ തിരിച്ചു നൽകി വിശ്വാസം നേടിയെടുക്കും. ഇതുപോലെ 3-4 ടാസ്കുകൾ കഴിയുന്നതുവരെ പണം തിരികെ ലഭിക്കും. പിന്നീട് ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും ആപ്ലിക്കേഷനിൽ പണം ക്രെഡിറ്റ് ആവുകയും എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. ആപ്ലിക്കേഷനിൽ പണം ക്രെഡിറ്റ് ആകുന്നത് കാണിക്കും എന്നതല്ലാതെ അത് പിൻവലിക്കുവാൻ പറ്റുകയില്ല. പിൻവലിക്കുന്നതിനായി ടാസ്ക് അടയ്ക്കണമെന്നും അതിനുവേണ്ടി പണം ആവശ്യപ്പെടുമെന്നും ഇത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ പണം ആവശ്യപ്പെടുന്നതല്ലാതെ പിന്നീട് പണം തിരികെ ലഭിക്കുകയുമില്ല. ഇതോടെയാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്ന് തന്നെ മനസ്സിലാകുന്നത്. അപ്പോഴേക്കും ഒരു നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിൽ എത്തുകയും ചെയ്യും. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് ദിവസേന പണം നഷ്ടമാകുന്നത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് പരിചയമില്ലാത്ത ഫോൺ നമ്പറുകളിൽ നിന്നും വരുന്ന ഇതുപോലുള്ള മെസ്സേജുകളോ കമ്പനികളുടെ പരസ്യങ്ങളോ കോളുകളോ ലിങ്കുകളോ ലഭിച്ചാൽ തിരിച്ച് മെസ്സേജ് അയക്കുകയോ അതിനെപ്പറ്റി ചോദിക്കുകയോ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കൊട്ടിയൂരിൽ ഇനി ഉത്സവ നാളുകൾ. ദക്ഷിണകാശിയായ കൊട്ടിയൂരിൽ 28 നാൾ നീളുന്ന വൈശാഖ മഹോത്സവത്തിനാണ് തുടക്കമായത്. വൈകിട്ട് വയനാട് മുതിരേരി ക്ഷേത്രത്തിൽ നിന്നുള്ള വാൾ എഴുന്നള്ളിച്ച് കൊട്ടിയൂർ ഇക്കര ക്ഷേത്രത്തിൽ എത്തിച്ചു. സ്വയംഭൂവിൽ അഭിഷേകം നടത്തുന്നതിന് നെയ്യമൃത് കുംഭങ്ങളുമായി വിവിധ മഠങ്ങളിൽ നിന്നുള്ള വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് എത്തി. ചൊവ്വാഴ്ച വൈകിട്ടോടെ വയനാട് മുതിരേരി ക്ഷേത്രത്തിൽ നിന്നുള്ള വാൾ എഴുന്നള്ളിച്ച് കൊട്ടിയൂർ ഇക്കരെ ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് രാത്രിയിൽ അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിലെ ചോതിവിളക്കുകളിൽ തിരിതെളിഞ്ഞതോടെ നെയ്യാട്ട ചടങ്ങുകൾ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് ഉഷ കാമ്രം നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നെയ്യാട്ടത്തോടെ അക്കരെ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനവുമായി. ബുധനാഴ്ച മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് നടക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്ത് ഘോഷയാത്ര അക്കരെ ക്ഷേത്രത്തിലെത്തിയ ശേഷമേ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളൂ. ഉത്സവം ജൂൺ 17 സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ശ്രേയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ കടമ്പൂരിന്റെ കുടുംബാംഗങ്ങളായ 3 തലമുറകൾ ഒത്തുചേർന്നു. കടമ്പൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹസംഗമം സി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ വിനോദൻ അധ്യക്ഷത വഹിച്ചു. TV വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും നടന്നു. 15ലധികം പേർ പൂർവ്വകാല ഓർമ്മകൾ പങ്കുവച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UP പ്രകാശൻ നന്ദി രേഖപ്പെടുത്തി. ശ്രേയസ് കുടുംബാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാസാഹിത്യ പരിപാടികളും അരങ്ങേറി.
മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ശ്രീകണ്ഠപുരം സ്വദേശികളായ മനീഷ്, ജെയിംസ് ജോസഫ് എന്നിവരെയാണ് തൃക്കടമ്പ് വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ആൾട്ടോ കാർ പരിശോധിച്ചപ്പോഴാണ് 400 മില്ലി MDMA കണ്ടെത്തിയത്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ പല പ്രദേശങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇവർ MDMA വിൽപ്പന നടത്തിയിരുന്നു. ശ്രീകണ്ഠാപുരത്ത് തൃക്കടമ്പത്ത് പ്രദേശത്ത് റാസ ഹോട്ടലിന് സമീപത്തായാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സഞ്ചരിച്ച ഓൾട്ടോ കാർ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിൽ നിന്നും 400 മില്ലി MDMA നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവാക്കൾ പിടിയിലായത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിപ്രായം എന്താണ്, ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് എന്ന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ രാജ്യം ലോകരാജ്യങ്ങളിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഭരണഘടനയെ കൃത്യമായി മൂല്യങ്ങളോടുകൂടി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. 18 വയസ്സായവർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെയും രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാജീവ് ഗാന്ധിക്ക് സാധിച്ചു. പ്രൊഫസർ AD മുസ്തഫ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, KC മുഹമ്മദ് ഫൈസൽ, VV പുരുഷോത്തമൻ, രാജീവൻ എളയാവൂർ, K പ്രമോദ്, സുരേഷ് ബാബു എളയാവൂർ, സുദീപ് ജെയിംസ്, ശ്രീജ മഠത്തിൽ, മനോജ് കൂവേരി, K ബാലകൃഷ്ണൻ മാസ്റ്റർ, ബിജു ഉമ്മർ, CT ഗിരിജ, MC അതുൽ, കായക്കൽ രാഹുൽ, കൂക്കി രാജേഷ്, P അനൂപ്, മുണ്ടേരി ഗംഗാധരൻ, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു. വൃത്തിഹീനമായ പരിസരം, വാഹന സർവീസ് സെന്ററിന് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കക്കാട് പുഴയുടെ സമീപം പ്രവർത്തിക്കുന്ന TVS മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിനാണ് 4 ലക്ഷം രൂപ പിഴ ഒടുക്കേണ്ടത്. ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട നിലയിലും ഉപയോഗശൂന്യമായ ടയറുകളിൽ കൊതുകുകൾ മുട്ടിയിട്ട നിലയിലുമാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. കൂടാതെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച അവസ്ഥയിലുമായിരുന്നു ഉണ്ടായത്. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് കക്കാട് പുഴയുടെ സമീപം പ്രവർത്തിക്കുന്ന TVS മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പിഴ ചുമത്തിയത്. റെനോ കാർ കമ്പനിയുടെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ പ്രസ്തുത സ്ഥാപനത്തിലും ഏർപ്പെടുത്തിയിരുന്നില്ല. കടലാസ് ടയറുകൾ, എഞ്ചിൻ കൂളന്റ് ക്യാനുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, തെർമോകോൾ, ഫിൽറ്ററുകൾ, ഓയിൽ ക്യാനുകൾ, ഭക്ഷണ പാർസൽ അവശിഷ്ടങ്ങൾ എന്നിവ സ്ഥാപന പരിസരത്ത് പലയിടങ്ങളിലായി കൂട്ടിയിട്ടതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സ്ഥാപനത്തിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് പരിസരം മലിനപ്പെടുത്തുന്ന രീതിയിലുമായിരുന്നു ഉണ്ടായത്. അലക്ഷ്യമായി കൂട്ടിയിട്ട ചില ടയറുകളുടെ ഉൾഭാഗത്ത് വെള്ളം നിറഞ്ഞ് കൊതുകിന്റെ ലാർവകൾ വളരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 25,000 രൂപ പിഴ ചുമത്താനും പരിസരം നിശ്ചിത സമയത്തിനകം വൃത്തിയാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, ഷരീഖുൽ അൻസാർ, കണ്ണൂർ കോർപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയമോഹൻ TV എന്നിവരും പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,830 രൂപ, പവന് 54,640 രൂപ, വെള്ളി 90 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു. 3 ദിവസം അതിശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ പലയിടത്തും മഴ ലഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം മുന്നറിയിപ്പുണ്ടെങ്കിലും രാവിലെ പല ജില്ലകളിലും കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയുണ്ട്. വരും മണിക്കൂറിൽ മഴ പെയ്യുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ
മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും അറിയിപ്പിലുണ്ട്. പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. തെക്കൻ തീരത്ത് തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. നാളെ വരെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത. വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടാണുള്ളത്. ട്രക്കിംഗും നിരോധിച്ചു. അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ ഇതുവഴി സഞ്ചരിക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശ്രമക്കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് EP ജയരാജൻ. സർക്കാരിനോടും ശുപാർശ ചെയ്യും. ഗൂഢാലോചന തനിക്കെതിരെയല്ലെന്നും ലക്ഷ്യം പിണറായി വിജയനായിരുന്നുവെന്നും EP ജയരാജൻ. പയ്യന്നൂരിൽ വീട്ടിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. മോഷണം പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിൽ. കവർച്ച കുടുംബാംഗങ്ങൾ മുകൾ നിലയിൽ ഉറങ്ങുമ്പോൾ. ഇന്ന് ലോകാരാധനായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം. DCCയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും. രക്തസാക്ഷിത്വ ദിനം ഭീകരവിരുദ്ധ ദിനം കൂടി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.